മേഡം കാരു ഈ കറിയുടെ പേരെന്താ? ഒരു കറി, മോര് കറി. അത് തേങ്ങ ഇല്ലാത്ത ഒരു കറിയാണെന്ന് പറഞ്ഞ് ട്രൈ ചെയ്തതാണ്. നല്ല എമ്മി ആയിട്ടുണ്ട് കേട്ടോ. കളറല്ലേ? കാശ്മീരി കിട്ടൂലേ? ജോസഫ് വിജയ് എன்ற നോൺ മുഖ്യമന്ത്രിയായിട്ട് അധികാരമായിട്ടുണ്ട്. ഇന്ന് ഒരു വീഡിയോയിൽ ഒരാൾ എഴുതിയിരിക്കുകയാണ്, വേറെ നിങ്ങൾക്ക് കൂടപ്പറപ്പുകളൊന്നുമില്ലേ എന്ന് ചോദിച്ചിരിക്കുക. എന്താ പറയാനേ? ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് സൺഡേ ആണ്. ഇന്ന് ചിക്കൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചിക്കൻ ഉണ്ടാക്കി റബ്ബറായി പോയി, റബ്ബറും. അതിന് മുമ്പത്തെ ഒരിട്ടം ഉണ്ടാക്കി അത് നല്ല ഒന്നാന്തര റബ്ബർ ഷീറ്റ് ആയിരുന്നു. ഇപ്രാവശ്യം നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ടെൻഡർ ആയിട്ടുള്ള ചിക്കൻ ഉണ്ടാക്കണം. ഇന്നെങ്കിലും നല്ലത് പറയിപ്പിക്കണം വീട്ടിലുള്ളവരെ കൊണ്ട്. ചിക്കൻ കൊണ്ടുവന്നു, അതിനുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. മേഡം കാരു ഈ കറിയുടെ പേരെന്താ? ഒരു കറി, മോര് കറി. അത് തേങ്ങ ഇല്ലാത്ത ഒരു കറിയാണെന്ന് പറഞ്ഞ് ട്രൈ ചെയ്തതാണ്. വർക്കായോ? അറിയില്ല, ടേസ്റ്റ് ഉണ്ടോ? അത് നോക്കിയിട്ടില്ല. വെളിച്ചെണ്ണയോ? ടേസ്റ്റ് ചെയ്ത് നോക്കണോ? നല്ല എരിവുണ്ടെങ്കിൽ എൻ്റെ കൈ കൂടും. എരിവൊന്നുമില്ല, ചൂടുമില്ല. ഒന്നും മനസ്സിലായില്ല. ഇത് കൂട്ടിയാല് തൊടാ ഒന്നും വേണ്ടാത്ര, അങ്ങനത്തെ കറിയാത്ര. കുറച്ചും കൂടി പെപ്പർ ഇടാം. മതിയോ? അമ്മു തൈര് വെച്ചിട്ടുള്ള എന്തോ ഒരു കറി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ വയ്യാണ്ട് കിടക്കുകയാണ്. ഇപ്പം ഞാൻ ചിക്കൻ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അമ്മ ദാ ഇവിടെ ദോശമാവിനുള്ള ഉഴുന്നും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതെന്തൊക്കെ? ഇന്ന് ഒരു വീഡിയോയിൽ ഒരാൾ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ഒറ്റ മക്കളാണോ, വേറെ നിങ്ങൾക്ക് കൂടപ്പറപ്പുകളൊന്നുമില്ലേ എന്ന് ചോദിച്ചിരിക്കുക. എന്താ പറയാനേ? എവിടെ? നിങ്ങൾക്കല്ല, എനിക്ക് അമ്മൂനും വേറെ കൂടെ പറഞ്ഞ ആരും ഇല്ലേന്ന്. അച്ഛനും അമ്മയുണ്ട് പറയാനേ. കൂടെ പറഞ്ഞവരെ അല്ല, കുട്ടികള്, ആങ്ങളും പെങ്ങളൊക്കെ അല്ല, താഴെ മേലൊക്കെ. അങ്ങനെ ആരും ഇല്ലേന്ന്. ഇല്ല, പറഞ്ഞടാ. അമ്മ പിന്നെ മരുമകളും പേരക്കുട്ടികളുടെ പറഞ്ഞത്. അതറിയാം. വേറെ ആരും ഇല്ലേന്ന് അവര് ചോദിക്കാം. അല്ലെ വേറെ കല്യാണം കഴിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയില്ലല്ലോ, നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവില്ലല്ലോ, അതാ ചോദിക്കണത്. അപ്പൊ ആൾക്കാർക്ക് സംശയം എന്താ വെച്ചാല് അമ്മമ്മയാണെന്നാണ് പല ആൾക്കാരുടെയും സംശയം. കാരണം ഒന്നാമത് എനിക്ക് അത്രയും പ്രായമായിട്ടില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ആൾക്കാർ ചോദിക്കുകയാണ് വേറെ സിബ്ലിങ്സ് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അവിടെ അമ്മുവിന്റെ വീട്ടില് അമ്മു മാത്രമേ ഉള്ളൂ, ഒറ്റ മകള്, ഇവിടെ ഒറ്റ ഒന്ന്. പറഞ്ഞ് എന്നിട്ട് കാര്യമില്ല, നിങ്ങൾ ചിക്കൻ ഒന്ന് വേഗം റെഡിയാക്കി തന്നാൽ ഞാൻ പണി തുടങ്ങാം. ഉള്ളിയും തക്കാളിയൊന്നും അരിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഇതിന്റെ പണി കിടക്കുന്നുണ്ടല്ലോ. ഞാനുണ്ടാക്കണ ഈ രീതിയിൽ ഒരു ചിക്കൻ ഉണ്ടാക്കണ പരിപാടി ലോകത്ത് എവിടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. കാരണം ഇത് ഞാനാ ഉണ്ടാക്കണ, ഞാനാ കണ്ടുപിടിച്ചത്. ലോകത്ത് ഇത്രയും വൃത്തിയിട്ട രീതിയിൽ ആരും ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെ തക്കാളി അരച്ചത്, ഉള്ളി അരച്ചത് നമ്മളിപ്പോൾ ചേർത്തു. ഇതൊന്ന് സെറ്റാക്കുക ഇളക്കിയിട്ട്. പിന്നെ അവിടുന്ന് നമ്മൾ മേടിച്ച 2 മസാലപ്പൊടികളുണ്ട്, ഇതും ചേർക്കാൻ പോവാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, ഇതും ചേർക്കുക. നേരത്തെ പറഞ്ഞില്ലേ ഇതുപോലെ ഒരു ചിക്കൻ കറി ലോകത്താരും വെച്ചിട്ടുണ്ടായിരിക്കില്ല എന്ന്. അതെ, ഇതുപോലെ എത്ര വൃത്തിയിട്ട രീതിയിൽ ആരും വെക്കില്ല. ടേസ്റ്റ് ഉണ്ടാവില്ല, നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു, ലേശം മഞ്ഞൾപ്പൊടി ഇടാം, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം, 2 ടീസ്പൂൺ മുളക് പൊടി ഇടാം. പിന്നെ ഈ നാട്ടിൽ കിട്ടുന്ന ഒരു കുളമ്പ് മസാല എന്ന് പറയുന്ന സാധനം ഉണ്ട്, ഒരു മസാല റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് മില്ലിൽ നിന്ന്. അതൊരു കഷ്ടി ഒരു 1-2 ഒക്കെ ചേർക്കാം, നല്ല ടേസ്റ്റ് കിട്ടും, നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ ആവശ്യത്തിന് ചേർക്കാം. ഈ ഒരു മസാലപ്പൊടിയും കൂടി ഇടേണ്ടി വരുന്നത് തോന്നുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഈ ചിക്കൻ്റെ റോ ടേസ്റ്റ് ഒക്കെ കുറച്ച് വേണം, ചിക്കൻ കറി ആകുമ്പോൾ മസാല ഇട്ടിട്ട് വെറുപ്പിക്കരുത് എന്നൊക്കെ പറയും. എനിക്ക് കുറേശ്ശെ മസാല ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ടേസ്റ്റാണ് ഇഷ്ടം. ഈ മസാല അല്ലാതെ ഇങ്ങനെ ചള്ളായിട്ട് ചിക്കൻ്റെ ഉള്ളൊക്കെ അങ്ങനെ വേവാത്ത പോലെ കിടക്കുന്നുണ്ടാവില്ലേ? വെന്തിട്ടുണ്ടാവും, പക്ഷെ ഒന്നും ഉണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല, ഉപ്പും ഉണ്ടാവില്ല, എരിവും ഉണ്ടാവില്ല. എനിക്കിഷ്ടമല്ല. ലേശം കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ട്. നോക്കിയ മസാല നല്ല രസമില്ലേ മസാല കാണാൻ? മസാലയിൽ ഉപ്പുണ്ട്, ചിക്കനിലേക്ക് ആ ഉപ്പ് മതിയാവോ എന്നറിയില്ല. ഇത് വേണമെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ഇടാം അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇടാം. അങ്ങനെ ചിക്കൻ ഇട്ട് കൊടുത്തു. ഇനി ഇടയ്ക്ക് യോജിപ്പിക്കണം നന്നായിട്ട്. സ്വാഭാവികമായിട്ട് ചിക്കൻ്റെ അകത്തു നിന്ന് വെള്ളം വരും ഇതിലേക്ക്, എന്നാലും നമ്മുടെ ഭാഗമായിട്ട് ഒരു ലേശം വെള്ളം ചേർക്കാം. കുറച്ച് ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം.
ഒരു ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് വരെ കുക്കറിൽ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്ക് എന്തായാലും വെന്ത് സോഫ്റ്റ് ആവും. ഇല്ലെങ്കിൽ ടെൻഡർ ആവണില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് സാധാരണ റബ്ബർ പോലെയല്ലേ ഉണ്ടായിരുന്നത്. കുക്കറിൽ അടച്ചു വെച്ച് വേവിച്ചാൽ പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ല. മറ്റത് ഓപ്പൺ ആയിട്ടാണ് വേവിച്ചേ, ചീനച്ചട്ടിയിൽ ഇട്ടിട്ടാണ് വേവിച്ചേ. അതാണ് പ്രശ്നം. ഇതവിടെ ഇരുന്നിട്ട് കുക്കിംഗ് ആവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഈ സാധനം ഒന്ന് ലെവലാക്കി എടുക്കാം. അങ്ങനെ ഇപ്പോൾ 20 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇത് തീ ഓഫാക്കിയിട്ട് അങ്ങനെ ഇരിക്കട്ടെ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫുള്ള് ഗ്യാസ് റിലീസ് ആയതിനു ശേഷം നമുക്ക് തുറക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി നല്ല സൂപ്പറായിട്ട് കിടിലനായിട്ട് വന്നിട്ടുണ്ട്. ഇതേ നോക്കി, കൊള്ളാവോ? കാഴ്ചക്ക് നല്ല അടിപൊളിയായിട്ടില്ലേ? ഇനി അമ്മയൊക്കെ ഒന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ. എനിക്ക് സൂപ്പറായിട്ടുണ്ട്. നല്ല ടെൻഡറായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നല്ല റബ്ബർ ഷീറ്റായിരുന്നല്ലോ, ഇത് കിടലിനായിട്ടുണ്ട്. ഇനി അവരൊക്കെ കഴിച്ചിട്ട് പറയട്ടെ. വെച്ചുണ്ടാക്കിയാൽ ഞാൻ തന്നെ പറഞ്ഞ അത് പോരല്ലോ. നല്ല എമ്മി ആയിട്ടുണ്ട് കേട്ടോ. കളറല്ലേ? കാശ്മീരി കിട്ടൂലേ? ഇയാൾക്കൊരു കാര്യം അറിയോ? ജോസഫ് വിജയ് എன்ற നോൺ മുഖ്യമന്ത്രിയായിട്ട് അധികാരമായിട്ടുണ്ട്. സത്യപ്രതിജ്ഞ ചൊല്ലിയിട്ട് കണ്ടോ? കേട്ടു, കണ്ടില്ല. അത് കാണണം. അയാളുടെ ഓത്ത് എങ്ങനെയുണ്ട്? അയാളുടെ ഓത്ത് എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്ന് കാണണം. 1:20 ലഞ്ച് ടൈം. ഇതാ അമ്മുവിൻ്റെ സ്പെഷ്യൽ കറി. സ്പെഷ്യൽ കറി ഉണ്ട്, ചിക്കൻ കറി. സൈഡിൽ ഒഴിക്കുക. ഞാൻ ഉണ്ടാക്കിയ കറി ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. സൂപ്പർ. വെളിച്ചെണ്ണല്ലേ? പറഞ്ഞു അത് പോരാന്ന് തോന്നുന്നുണ്ട്. മതി. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആയാ? കുക്കറിൽ വെച്ചൂലേ? ഇല്ലെങ്കിൽ വേവണില്ലേ? ടേസ്റ്റ് ഉണ്ടോടാ? കഴിഞ്ഞ പ്രാവശ്യം റബ്ബർ ഷീറ്റ് ആയിരുന്നില്ലേ? നന്നായി, സൂപ്പറായിട്ടുണ്ട്. എത്ര വിസിൽ വെച്ചു? ഞാൻ ഫസ്റ്റ് വിസിൽ ഒരെണ്ണം വെച്ചു. 20 മിനിറ്റ് പിന്നെ ഞാൻ നോർമലായിട്ട് കുക്ക് ചെയ്തു. 20 മിനിറ്റ് സിമ്മിൽ വെച്ച് കുക്ക് ചെയ്തു. അതുകൊണ്ടാണ് ഈ ഒരു ടേസ്റ്റും ഈ ഒരു കുറുക്കി വന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. സൂപ്പർ. ഈ കറി എങ്ങനെയുണ്ട്? പൊളിയാണ്, പൊളി. എൻ്റെ അമ്മോ എന്തോ ടേസ്റ്റ് അറിയ സാധനം. പ്രൊട്ടച്ച് നടക്കുന്നത് ആണ്. ഭയങ്കര ടേസ്റ്റ് സാധനം. കാണിച്ച സ്ക്രീനിൽ വന്നിട്ടില്ല. ഇരുട്ടാ. എരിവ സൂപ്പറാണ്, പൊളിയാണ് സാധനം. എരിഞ്ഞു വേണമായിരുന്നോ? കുറച്ച് പെപ്പർ ഇടാന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇനിയും പെപ്പർ ഇട്ടാ അത് നന്നാവും. ഇതൊരു പച്ചടി പോലെയുള്ള ഒരു ഇതാണ്, കൂട്ടാൻ പോലെ. പക്ഷെ അതല്ല, തേങ്ങ അരക്കാതെ കിച്ചടി പച്ചടി തരണ പോലത്തെ ടേസ്റ്റ് ആണ്. പക്ഷെ സാധനം ഉണ്ടല്ലോ ഭയങ്കര രസം. നല്ല രസം. ഭയങ്കര ഇഷ്ടമായി. സാധനം തീർന്നു അല്ലേ? ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. അതാണ്. മമ്മി എപ്പടി ഇരിക്കേ? രസമുണ്ടാ? സാധനണ്ടാ? കഴിച്ചോ. പപ്പടം ഞാൻ പിന്നെ വാങ്ങാം. ഇവിടെ ഒരു കുഴപ്പമുണ്ട് എല്ലാവർക്കും. എന്താണെന്നറിയോ? ഈ പപ്പടം കൂട്ടിക്കഴിഞ്ഞാൽ വയറ്റിലും വായലൊക്കെ പുണ്ട് വരുന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ലാത്തൊരു സാധനമാണ് ഈ പപ്പടം. കുഞ്ഞുവാവയ്ക്ക് അടക്കം വരുന്നുണ്ട് വായിൽ മുറി. എനിക്ക് ആദ്യം വരും, ബാക്കിയുള്ളവർക്കൊക്കെ പിന്നെ വരുള്ളൂ. ഒരൊട്ട അമ്മൂന് ഇതുപോലെ ഉണ്ടായതാ. ഒരു ദിവസം 8 പപ്പടം കണ്ട് തിന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ വായ നിറച്ച് മുറി. 8 പപ്പടം ഞാൻ കഴിച്ചിട്ടില്ല. 6 4 8 ഞാൻ കഴിക്കാറില്ല. അങ്ങനെ പല നേരത്തായിട്ട് ദിവസം കഴിച്ചു. 4 ഓരോരു നേരം ഓരോന്നൊക്കെ എടുക്കും. അവസാനം എന്തായി? വായ നിറച്ച് മുറിയായി, വയറ് നിറച്ച് മുറിയായി. അയ്യോ അപ്പാ, പറയാൻ വയ്യ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. കുക്കിംഗ് വ്ളോഗാണ്. ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.